നടൻ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നു. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ലക്കി ഭാസ്കർ. സുഹൃത്തുക്കളെ, മലയാളത്തിലൊരു പ്രമുഖ നടൻ അങ്ങനെയൊന്നും പറയണ്ട. നമ്മുടെ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന സമയത്ത് അങ്ങ് ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം ആ അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങ് കേരളത്തിൽ, ഒന്നുകൂടി പറയണ്ട, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ വൻകുടലിൽ വന്ന ആ ഒരു ചെറിയ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന സമയത്ത്, മകളോടൊപ്പം താമസിക്കുന്ന സമയത്ത്, ദുൽഖർ സൽമാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് അവാർഡ് അവിടെ മോഹൻലാൽ വാങ്ങിക്കുമ്പോൾ ഇവിടെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അപമാനിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ വേണം നമുക്കതിനെ പറയാൻ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു അവാർഡ് വാങ്ങിക്കുമ്പോൾ ഇവിടെ ദുൽഖറിൻ്റെ വീട്ടിലേക്കും മമ്മൂട്ടിയുടെ വീട്ടിലേക്കും നുങ്കൂർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് എത്തുന്നു. കസ്റ്റംസ് എത്തുക മാത്രമല്ല, കസ്റ്റംസ് എത്തി അന്വേഷണ ഭാഗമായിട്ട് അന്ന് കുറച്ച് വാഹനങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നു. മമ്മൂട്ടിയുടെ ഗാരേജിൽ നിന്ന്, ദുൽഖറിൻ്റെ ഗാരേജിൽ നിന്നൊക്കെയാണ് ആ ഒരു വാഹനങ്ങൾ പിടിച്ചുകൊണ്ടുപോയത്. പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ അന്വേഷണം നടക്കണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാമോ? ഭൂട്ടാൻ അത്തരം അതിർത്തി വഴി പല കള്ളക്കടത്തും മയക്കുമരുന്നും തീവ്രവാദമൊക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ആ ഇന്ത്യയിലേക്ക് എത്തുന്ന അതേ വഴിയിലൂടെയാണ് നമ്മുടെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും വാഹനം കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്ന രീതിയിലൊരു വ്യാഖ്യാനത്തിലേക്കായിരുന്നു അന്ന് ഈ വിഷയം പോയത്. അന്ന് ജനങ്ങൾ മുഴുവൻ അതിനെ അവരുടെ പ്രതിഷേധം അറിയിക്കണ്ടായി. മമ്മൂട്ടിക്ക് മോഹൻലാലിന് വേറെ പണിയില്ലേ? ഇവര് രാവിലെ എണീച്ച് പോയിട്ട് അവിടെ പോയിട്ട് വാഹനം അവിടെ പോയിട്ട് കടത്തുകയാണോ? അല്ലല്ലോ, അല്ല. പിന്നെ എങ്ങനെ വാഹനം വരുന്നേ? നമ്മുടെ പല വിദേശ രാജ്യങ്ങളിലും അവര് പട്ടാളത്തിനും അവരെ ഭരണത്തിന്റെ ഭാഗമായിട്ട് മറ്റൊക്കെ വാങ്ങിച്ചു വെക്കുന്ന വാഹനങ്ങൾ അല്പം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് മറച്ചു വെക്കും. ഈ മറച്ചു വിളിക്കുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അത് രജിസ്ട്രേഷൻ ചെയ്ത്, ഒക്കെ കള്ളത്തരാണ്, ചെയ്യാൻ പാടില്ല എന്നാണ്, അത് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലത്തെ പല ആളുകളും ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഒറിജിനൽ പുതുവിലയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കോടികൾ കൊടുക്കേണ്ടി വരുന്ന വാഹനങ്ങളാണ് ചെറിയ വിലയ്ക്ക് ഇവരിങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെ വാങ്ങിച്ചു വെച്ച ഒരു വാഹനമായിരുന്നു ഇത്. ഇത് മാത്രമല്ല, കുറേ വാഹനം ഉണ്ടായിരുന്നു. ഇത് പിടിച്ചെടുത്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഒരു കസ്റ്റം ഓഫീസർ അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ മമ്മൂട്ടിയും ദുൽഖറൊക്കെ ഏതോ തീവ്രവാദത്തിന്റെ ആൾക്കാരാണെന്ന് ചില നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്കൊക്കെ സംശയം തോന്നിപ്പോകും. ആ രീതിയിലായിരുന്നു അന്നത് അവതരിപ്പിച്ചത്. പെട്ടെന്ന് സഡനായിട്ട് അദ്ദേഹത്തിന് കോള് വന്നു. അതൊക്കെ നിങ്ങൾ കണ്ട കാര്യങ്ങളാണ്. കോള് വന്നു. ഈ ആ ഒരു പത്രസമ്മേളനം നിർത്തി അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട. ആരെ വിളിച്ചെന്ന് വെളിപ്പെടുത്തൊന്നുമില്ല. ഇപ്പോഴിതാ വിടാതെ പിന്തുടരുകയാണ്. സംശയം എത്ര മാത്രമാണ്, കേരളത്തിൽ 3 BJP അംഗങ്ങൾ നിയമസഭയിലേക്ക് ജയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സന്തോഷ പ്രകടനമാണോ ഇത് എന്നുള്ളതാണ്. നമുക്ക് വാർത്ത കേൾക്കാം. സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണിത്. എസ് ശരൺ ചേരുന്നത്. ശരൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട വലിയൊരു അപ്ഡേറ്റ് വരികയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കം, ഒരു നീക്കം കൂടി ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത് ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, നടന്മാരായ ദുൽഖർ സൽമാനെ ഒപ്പം തന്നെ അമിത്ഷാ ഈ വാഹനമൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ദുൽഖറിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം തൻ്റെ ഒരു സിനിമയിൽ ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മാസ് രംഗത്തിലാണ് ഇത് ഉപയോഗിച്ചത്. ആ സിനിമയിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചില ആളുകൾ ചിലപ്പോൾ പിടുത്തം ഉണ്ടാവില്ല. ഇപ്പോൾ കമൻറ്റ് നോക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലായിക്കോട്ടെ. എന്തായാലും ഇതാണ് ആ വാഹനം. വലിയ അന്വേഷണം കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ്. അമിത്ഷാ 6 വാഹനങ്ങളും ദുൽഖറിന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ നേരത്തെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നതാണ് ദുൽഖറിന്റെ ഒരു വാഹനം കൂടി അന്വേഷണ പരിധിയിലുണ്ടെന്നുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി കസ്റ്റംസ് ഈ വാഹനം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് കളമശ്ശേരിയിലെ ഒരു ഷോറൂമിൽ നിന്ന് ദുൽഖർ സൽമാന്റെ നിസാൻ പട്രോൾ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ വാർത്തയൊക്കെ വായിക്കുന്നതിൽ വലിയൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറെ കാലമായിട്ട് ദുൽഖർ സൽമാൻ ഈ വാഹനം അന്വേഷിക്കുകയായിരുന്നു, എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുകയായിരുന്നു നമ്മുടെ കസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ, ദുൽഖർ സൽമാൻ ഈ വാഹനം വളരെയധികം രഹസ്യമായിട്ട് ഇദ്ദേഹം അത് എവിടേക്കോ ഒളിപ്പിച്ചു വെച്ചു.
ആ ഒളിപ്പിച്ച് വെച്ച സാധനം പിന്നീട് ഈ കസ്റ്റംസ് വന്നിട്ട് പൊക്കിയതാണ് എന്ന രീതിയിലൊക്കെയാണ് ഇവർ തന്നെ ഈ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഏറ്റവും വലിയ റോങ് മെസ്സേജ് എന്നൊക്കെ പറയുന്നത്. ദുൽഖർ സൽമാൻ എന്തൊരു പ്രതിയാക്കണം എന്ന് പറയുന്ന ഒരു ഉറച്ച മനോസ്ഥിതിയോട് കൂടിയിട്ടുള്ള വാർത്ത അവതരണ രീതിയായിട്ട് നമുക്ക് ഇതിനൊക്കെ കാണണം. കാരണം ഇത് ദുൽഖർ സൽമാൻ്റെ ഒരു വാഹനം കൂടി അന്വേഷണ പരിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനം കൂടി ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ മതി. അതല്ലാതെ ഇത്തരം വാഹനങ്ങളൊന്നും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ദുൽഖർ സൽമാൻ ഇത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചെന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. കസ്റ്റംസ് പറയുന്നത് ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച ഈ നിസാൻ പട്രോൾ വാഹനം ഈ വാഹനമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി സ്വാഭാവികമായിട്ടും ഇനി ദുൽഖർ സൽമാന്റെ വിശദീകരണം തേടാനുള്ള നടപടികളിലേക്ക് അടക്കം കസ്റ്റംസ് കടക്കുകയും ചെയ്യും. നേരത്തെ നമുക്കറിയാം ഇത്തരത്തിൽ 4 വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. അതിൽ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തതിന് പിന്നാലെ ഡിഫൻഡർ വാഹനം ലാൻഡ് റോവർ ഡിഫൻഡർ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. ഹൈക്കോടതി അന്ന് കസ്റ്റംസ് ചെയ്തിരുന്നു. അങ്ങനെ കസ്റ്റംസ് അതിലൊരു വാഹനം വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു വാഹനം. ഇവിടുത്തെ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് കസ്റ്റംസിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. കാരണം ഇത്തരം വാഹനങ്ങളൊന്നൊക്കെ പിടിച്ചെടുക്കുക മാത്രമല്ല അത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ചില്ലറ പരിപാടിയാണ്. ഈ വാഹനങ്ങളൊക്കെ വെറുതെ ഇരുന്നാൽ തന്നെ അതിന് മെയിൻ്റനൻസ് വൻ ചിലവുള്ള പരിപാടിയാണ്. ആ ചിലവുള്ള പരിപാടി എന്തായാലും ചെയ്യാനൊന്നും ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റഡിയിലാണ്, പക്ഷേ അവരുടെ ഗാരേജിലാണ് എന്ന രീതിയിലായിരുന്നു ദുൽഖർ സൽമാൻ അന്ന് വിട്ടുകൊടുത്തത്. പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇൻഡോ ഭൂട്ടാൻ കസ്റ്റംസ് സംയുക്ത യോഗം അത് കേരളത്തിലാണ് ചേർന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ വെച്ച് ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തുന്നത്, ഇന്ത്യയിലേക്ക് കടത്തുന്നതും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ പരിശോധന നടത്താനും ഒക്കെ ഈ യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ, അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ വളരെ നല്ല കാര്യമാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ഇവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, ദുൽഖറേയും മമ്മൂട്ടിയെയും മാത്രം ഫോക്കസ് ചെയ്യുന്നു? ഈ ഫോക്കസ് ചെയ്തിട്ട് ഇവരെ വാർത്ത വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ എന്തോ സംതിങ് ലൈക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലാവർക്ക് എഴുതാം. ഇത്തരം ഒരു കാരണത്തിന് പുറകിലാണോ ഇത്തരം സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നത്? ചില ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു പക്ഷേ ഈ 2 പേര് മാത്രമാണ് ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഇവർ നേരിട്ട് പോയിട്ട് വാങ്ങിച്ചതാണോ? അല്ലല്ലോ. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ ഇടനിലക്കാരുണ്ടാവും. ഇവരൊരു ഫസ്റ്റ് ഓണർ ഒന്നല്ല. തീർച്ചയായിട്ടും വാഹനങ്ങളുടെ എത്തണമെങ്കിൽ ഇടനിലക്കുണ്ടായിരിക്കും. ചില ഷോറൂമുകൾ ഇത് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ആ ഷോറൂമിൽ നിന്നായിരിക്കും ദുൽഖർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതിൻ്റെ പുറകിലൊക്കെ തീർച്ചയായിട്ടും ഇടനിലക്കാർ. ശരിക്കും ആ ഇടനിലക്കാരെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? അതിലൂടെ ആ ഒരു വഴിയിലൂടെ പോയാലല്ലേ പ്രോപ്പറായിട്ട് ഇത് എവിടെ നിന്ന് എപ്പോൾ എങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ. അതൊന്നുമില്ലാതെ ഈ 2 നടന്മാരിലേക്ക് മാത്രം ഇത്തരം ഫോക്കസുകൾ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? വല്ല പിടുത്തോണ്ട് എഴുതി കേട്ടോ. ബൈ.